ഇടവേളയ്ക്ക് ശേഷം ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ യോഗം തീരുമാനിക്കും. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം CPI യോഗത്തിൽ ഉന്നയിച്ചേക്കും. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യോഗം ചേരുന്നത്. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുകയാണ്. പ്രധാനമായും ഈ ഒരു പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 101 ദിവസത്തിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 101 ദിവസത്തിന് ശേഷമാണ് LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുക. വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് ഇന്ന് യോഗം ചേരുന്നത്. പ്രതിപക്ഷ നേതാവിനെ CPM തീരുമാനിച്ച ശേഷമുള്ള ആദ്യ യോഗം എന്ന പ്രത്യേകത കൂടി ഇന്ന് നടക്കുന്ന യോഗത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം പ്രധാനമായും വിലയിരുത്താനായിട്ട് മെയ് 7-നാണ് അവസാനമായി LDF യോഗം ചേർന്നത്. അതിനുശേഷം പാർട്ടികളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പഠിച്ചതിനു ശേഷം ഒരു യോഗം കൂടി ചേരുമെന്ന് അറിയിച്ചിരുന്നു. ജൂൺ 30-നാണ് ആദ്യം ഇതിനായി തീയതി നിശ്ചയിച്ചിരുന്നത്. പിന്നീടാണ് പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPM CPIക്കുള്ളിൽ ഇത്തരത്തിൽ വാക്തർക്കങ്ങൾ അടക്കം ഉണ്ടാകുന്നത്. ഇതിനെ ചൊല്ലി ഈ യോഗം നീട്ടിവെക്കുകയായിരുന്നു. CPM-ന് ഇത്തരത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകില്ലെന്ന് CPI ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിൽ CPIക്ക് ഇത് വിട്ടു നൽകില്ല. CPM-ന് തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന നിലപാടിലാണ് CPM ഉള്ളത്. എന്തായാലും ഇതൊക്കെ ഇന്നത്തെ യോഗത്തിലും ചർച്ചയാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇന്നത്തെ യോഗത്തിൽ വീണ്ടും ഇത്തരത്തിൽ CPI തങ്ങൾക്ക് ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാവും CPM എടുക്കുക. കൂടാതെ തന്നെ ഇതിനു മുമ്പ് നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം ഈ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കൃത്യമായി ഒരു അവലോകനം നടന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും. അതായത് അണികൾക്കിടയിൽ തന്നെ ഭിന്നതകൾ ഉണ്ട് എന്ന സെക്രട്ടേറിയറ്റിലടക്കം CPM സെക്രട്ടേറിയറ്റിലടക്കം വിലയിരുത്തലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഇന്ന് നടക്കുന്ന LDF യോഗം നിർണായകമാകുക. ദീപ്തി. അപർണ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിൽ പ്രതിഷേധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? തീർച്ചയായും സംസ്ഥാന സർക്കാരിനെതിരെ ഇനി എന്തൊക്കെ വിഷയങ്ങൾ ആയുധമാക്കി പ്രവർത്തിക്കണം എന്ന കാര്യം ഇത്തരത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടാകും. അതായത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടക്കുന്ന ഈ PMC വിഷയത്തിലടക്കം ഈ കഴിഞ്ഞ സർക്കാരിനെ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ എങ്ങനെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതായത് ഒറ്റകക്ഷിയായി നിന്നുകൊണ്ട് ഉടമയോടുകൂടി തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരിക്കും ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും ഈ പാർട്ടി നേതാക്കളടക്കം മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഈ PMC വിഷയം പോലുള്ള നിർണായക വിഷയങ്ങൾ ഇത്തരത്തിൽ ഈ LDF സർക്കാരിനെ അടക്കം ഇപ്പോൾ നിലവിലുള്ള സർക്കാർ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ഒരു ചർച്ച കൂടി ഇന്നുണ്ടാകും. ദീപ്തി. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ യോഗത്തിൽ പ്രധാന അജണ്ടയാകും. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം CPI യോഗത്തിൽ ഉന്നയിക്കാനാണ് സാധ്യതയുള്ളത്. ഈ ഒരു നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കാനാണ് സാധ്യതയുള്ളത്. അപർണ KS വിവരങ്ങൾ നൽകിയത്.